ബേസിക് ആയിട്ടുള്ള പീരീഡ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഇവരടുത്ത് ഷെയർ ചെയ്തു. ശരിക്കും റൈറ്റ് ഇൻഫോർമേഷൻ റൈറ്റ് ടൈമിൽ നമ്മുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഒരുപാടധികം നല്ല നല്ല ചേഞ്ചസ്, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് അവരിൽ വിസിബിൾ ആവും. ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കുറച്ച് ദിവസം മുന്നേ എൻ്റെ കസിൻ ആൺകുട്ടിയാണ്. അപ്പോൾ ഇവനൊരു സെക്കൻഡ് ഓർ തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ ഇവൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. ആ ഒരു സമയത്ത് എനിക്ക് പീരീഡ്സ് ടൈം ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ജസ്റ്റ് ഒരു പാഡ് എടുത്തിട്ട് പാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാഡ് എടുത്തു. അപ്പോൾ ഇവൻ ആ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പാഡ് എടുത്ത് കൈ പിടിച്ചിട്ട് ഇതെന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പാഡ് എടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള പീരീഡ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഇവരടുത്ത് ഷെയർ ചെയ്തു. അതിനുശേഷം ഞാൻ ഇതും കൂടി കൂട്ടിച്ചേർത്തു. ഇത് നമ്മുടെ അമ്മമാർക്കും അതുപോലെ തന്നെ ചേച്ചിമാർക്കും എല്ലാം വരുന്ന ഒരു പ്രോസസ്സാണ്. മന്ത്ലി ഇങ്ങനെ എല്ലാ മാസത്തിലും ഇങ്ങനെ ഇത്ര ഡേയ്സ് വരും. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ക്ഷീണവും വേദനയും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വെള്ളം കൊടുക്കണം, കിച്ചണിൽ പോയിട്ട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആ ഒരു വീട്ടിലേക്ക് പോയപ്പം എൻ്റെ സിസ്റ്റർ ആളിങ്ങനെ ടയേർഡായിട്ടിരിക്കുകയാണ്, കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് ക്ഷീണമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഓടി ചെന്നിട്ട് ഇവിടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ചേച്ചിക്ക് പീരീഡ്സ് ആണോ, അങ്ങനെ ഞാൻ വെള്ളം എടുത്ത് തരാം അങ്ങനെ പറഞ്ഞു. ഞാൻ ആ ഒരു സൈഡിലുണ്ടായിരുന്നു. സത്യം പറയട്ടെ, എൻ്റെ മൈൻഡിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയി. കാരണം ഞാൻ നോർമൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത സാധനം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്ത സാധനം, പക്ഷെ ആ കുട്ടിക്ക് കൊള്ളേണ്ട രീതിക്ക് അത് കൊണ്ടു. കാര്യം സിമ്പിൾ ആയിട്ട് തോന്നാം, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം നല്ല രീതിക്ക് ആ കുട്ടിയുടെ മൈൻഡിൽ അത് റിഫ്ലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ റൈറ്റ് ടൈമിൽ ആ ഒരു റൈറ്റ് ഇൻഫോർമേഷൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫേക്ക് സോഴ്സിൽ നിന്ന് അവർക്ക് ഇൻഫോർമേഷൻ സീക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതായത് അറിയേണ്ട കാര്യങ്ങൾ, ഇപ്പം ഒരു പ്രായത്തിൽ അറിയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് ആ ഒരു പ്രായത്തിൽ തന്നെ ആ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവൻ നല്ലൊരു കുട്ടിയായിട്ട് മാറാൻ വളരെ ചാൻസസ് കൂടുതലാണ്. ഇനി അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ വരുമ്പോഴാണ്, നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർ പല തെറ്റായിട്ടുള്ള സോഴ്സുകളിലും പോയിട്ട് അവരുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു മീ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റും നടക്കുന്ന പ്രോസസ്സുകൾ കുട്ടികൾ റൈറ്റ് ടൈമിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറും കുറച്ചുകൂടി നല്ല രീതിക്ക് റിഫ്ലക്ട് ചെയ്തത് കാണിക്കും.